കേരളത്തിലെ മുസ്ലിം ലീഗ് സെക്യുലർ അല്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? നിങ്ങളുടെ സെക്യുലറിന്റെ വിശദീകരണം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് തന്നെ കൃത്യമായിട്ടൊരു മതസ്വത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അവരുടെ പതാക തന്നെ കൃത്യമായിട്ടുള്ള മത സിമ്പലാണ്, അതിൽ റിലീജിയസ് സിമ്പലാണ് ഉപയോഗിക്കുന്നത്. അവരുടെ യുവജന സംഘടനയുടെ പേര് മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ്. അവരുടെ വനിതാ സംഘടനയുടെ പേര് മുസ്ലിം എന്ന പേര് മുസ്ലിം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ അത് വർഗീയമാവുകയാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് വർഗീയമാവുകയല്ല. മുസ്ലിം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു മതത്തിന്റെ സ്വത്വം ഉപയോഗിക്കുകയാണ്. അത് സെക്യുലർ ആണോ എന്നുള്ളതാണ്. എന്താണ് സെക്യുലറിസം? സെക്യുലറിസം അതിന് സെപ്പറേഷൻ ഓഫ് രാഷ്ട്രീയത്തെയും ലജ്ജാകരമാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിന് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ ഒരു കൗതുകകരമായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ നമ്മൾ സെക്യുലർ ആയിട്ടാണ് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഇത് അംഗീകരിച്ചോളന്നൊന്നും പറയരുത്. മുസ്ലിം ലീഗിന്റെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം, ഒന്ന് മാത്രം പറയാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണഘടന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ഭരണഘടനയിൽ ഒരാൾക്ക് മുസ്ലിം ലീഗിൽ അംഗമാവാനുള്ള മാനദണ്ഡം എന്താണെന്ന് പറയുന്നുണ്ട്. ആ മാനദണ്ഡം എന്താണെന്ന് എടുത്ത് വായിച്ചു നോക്കിയിട്ട് ശ്രീമതി സ്മൃതി എന്നോട് പറയണം മുസ്ലിം ലീഗ് സെക്യുലർ ആയിട്ടുള്ള പാർട്ടിയാണെന്ന്. 18 വയസ്സ് കഴിഞ്ഞ മുസ്ലിം ആയിട്ടുള്ള ഏതൊരാൾക്കും മുസ്ലിം ലീഗിൽ അംഗമാവാം എന്നാണ് അവരുടെ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് ആയിട്ട് തന്നെ പറയുന്നത്. എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുന്നത്? ആദ്യം ഉണ്ടായിരുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന AIML ആണ്. 1906 ഉണ്ടായിട്ടുള്ള AIML. ആ AIML 1930-കൾക്ക് ശേഷം പാകിസ്ഥാൻ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്. 1937 പാകിസ്ഥാൻ എന്ന് പറയുന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം 1945 ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത്. 1946 നടത്തിയിട്ടുള്ള പ്രൊവിൻഷ്യൽ ഇലക്ഷൻ, അതിനെ പാകിസ്ഥാൻ റെഫറൻഡം എന്നാണ് വിളിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ വേണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് രാജ്യം വോട്ട് ചെയ്തത്. അന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ റിസർവ്ഡ് സീറ്റുകളിൽ മുഴുവൻ മുസ്ലിം ലീഗ് ജയിച്ചു. ഈ മദ്രാസിലും ബോംബെയിലും ഉണ്ടായിരുന്ന മുഴുവൻ സീറ്റുകളും, മദ്രാസിൽ 28 സീറ്റാണ് ഉണ്ടായിരുന്നത്, ബോംബെയിൽ 30 സീറ്റാണ് ഉണ്ടായിരുന്നത്, മുഴുവൻ സീറ്റുകളും ജയിച്ചു. അന്ന് 10 കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായത്. പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ AIML ഡിസ്ബാൻഡഡ് ആയി. അത് 2 സംഘടനകളായി മാറി. അതിലൊന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗായി. ഇന്ത്യയിലെ മുസ്ലിം ലീഗ് 1948 മാർച്ച് 10 ചെന്നൈയിൽ വെച്ച് യോഗം ചേർന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി മാറി. ജിന്നയുടെ ലീഗാണ് ഇപ്പോൾ കേരളത്തിലെ ലീഗ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നിങ്ങൾ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിൽ ഏശാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഞാൻ താങ്കളിലേക്ക് വരാം. നിങ്ങൾ കേരളത്തിന്റെ പൊതു വക്താവായിരുന്നിട്ട് BJP-കാരോട് നിങ്ങൾ പറയൊന്നും വേണ്ട. കേരളത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിൽ എന്താണോ നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് അത് ഇതുവരെ ഫലിച്ചിട്ടില്ലല്ലോ. ശ്രീ അരുൺ